ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഞാൻ ഡാനിയലച്ചൻ. ഈ പോഡ്കാസ്റ്റിലൂടെ ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും നാം പരിശ്രമിക്കുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം വായനക്കാരായ നമ്മൾ എങ്ങനെ ആ കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും. റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് biyindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 84. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠഭാഗങ്ങൾ ജോഷുവയുടെ പുസ്തകം 10-11 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 128. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ്. ജോഷുവ അധ്യായം 10. അമോറികളെ കീഴടക്കുന്നു. ജോഷുവ ആയി പിടിച്ചടക്കി. ജെറിക്കോയോടും അതിൻ്റെ രാജാവിനോടും അവൻ ചെയ്തതുപോലെ ആയിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്ത് അതിനെ ഉന്മൂലനാചാര വിധേയമാക്കിയെന്നും ഗിബെയോൻ നിവാസികൾ ഇസ്രായേൽക്കാരുമായി സമാധാന സന്ധി ചെയ്ത് അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ അദോനിസെദെക്ക് കേൾക്കാനിടയായി. അവർ ഏറെ പരിഭ്രാന്തരായി. കാരണം രാജ്യത്തിൻ്റെ പട്ടണങ്ങളിലൊന്നിനെപ്പോലെ വലിയൊരു പട്ടണമായിരുന്നു ഗിബെയോൻ. അത് ആയിയേക്കാൾ വലുതും അതിൻ്റെ ആളുകളെല്ലാം വീരന്മാരുമായിരുന്നു. ജെറുസലേം രാജാവായ അദോനിസെദെക്ക് ഹെബ്രോൻ രാജാവായ ഹോഹാമിനും യർമുത്ത് രാജാവായ പിറാമിനും ലാക്കീഷ് രാജാവായ ജെഫിയായ്ക്കും എഗ്ലോൻ രാജാവായ ദബീറിനും ഇപ്രകാരം സന്ദേശമയച്ചു: നിങ്ങൾ എൻ്റെ പക്കൽ കയറി വന്ന് എന്നെ സഹായിക്കുവിൻ. നമുക്ക് ഗിബെയോനെ ആക്രമിക്കാം. കാരണം അത് ജോഷുവയുമായും ഇസ്രായേല്യരുമായും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു. അങ്ങനെ അമോറികളുടെ 5 രാജാക്കന്മാർ, ജെറുസലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യാർമുത്ത് രാജാവ്, ലാക്കീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നിവരും അവരുടെ പാളയങ്ങൾ മുഴുവനും സംഘടിച്ചു കയറി ഗിബെയോനെതിരെ പാളയമടിച്ചു. അതിനെതിരെ അവർ യുദ്ധം ചെയ്തു. ഗിബെയോനിലെ ആൾക്കാർ ജോഷുവയുടെ പക്കൽ ഗിൽഗാൽ പാളയത്തിലേക്ക് ഇപ്രകാരം സന്ദേശമയച്ചു: നിന്റെ ദാസന്മാരിൽ നിന്ന് നിന്റെ കൈകൾ പിൻവലിക്കരുതേ. ഞങ്ങളുടെ പക്കലേക്ക് ശീഘ്രം കയറി വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ മലയിൽ നിവസിക്കുന്ന അമോരികളുടെ രാജാക്കന്മാരെല്ലാവരും ഞങ്ങൾക്കെതിരായി ഒത്തുകൂടിയിരിക്കുന്നു. അപ്പോൾ ജോഷുവ അവനും അവനോടൊപ്പം സകല യോദ്ധാക്കളും സകല വീര പോരാളികളും ഗിൽഗാലിൽ നിന്ന് കയറി ചെന്നു. കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു: അവരെ നീ ഭയപ്പെടേണ്ട. തീർച്ചയായും ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവരിൽ ഒരുവനും നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുകയില്ല. ജോഷുവ ഗിൽഗാലിൽ നിന്ന് രാത്രി മുഴുവൻ കയറി ദ്രുതഗതിയിൽ അവരുടെ പക്കലെത്തി. കർത്താവ് ഇസ്രായേലിൻ്റെ മുമ്പിൽ അവരെ ഭയവിഹ്വലരാക്കി. ഗിബെയോനിൽ അവിടുന്ന് അവരെ കനത്ത പ്രഹരമേൽപ്പിച്ചു. ബേത്ത് ഹോറോൻ കയറ്റം വഴി അവരെ അനുധാവനം ചെയ്യുകയും അസേക്ക വരെയും മക്കേദ വരെയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ഇസ്രായേൽക്കാരുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്ത് അവർ ബേത്ത് ഹോറോൻ ഇറക്കത്തിലായിരിക്കുമ്പോൾ അസേക്ക വരെ കർത്താവ് ആകാശത്ത് നിന്ന് അവരുടെ മേൽ വലിയ കല്ലുകൾ എറിഞ്ഞു. അവർ അങ്ങനെ മൃതിപ്പെട്ടു. കന്മഴക്കല്ലുകൾ കൊണ്ട് മരിച്ചവർ വാളുകൊണ്ട് ഇസ്രായേല്യർ നിഗ്രഹിച്ചവരെക്കാൾ അധികമായിരുന്നു. കർത്താവ് ഇസ്രായേല്യർക്ക് മുമ്പിൽ അമോര്യരെ വിട്ടുകൊടുക്കുന്ന ദിവസം ആ സമയത്ത് ജോഷുവ കർത്താവിനോട് സംസാരിച്ച് ഇസ്രായേൽ സമക്ഷം പറഞ്ഞു: ആദിത്യ, നീ ഗിബെയോനിൽ നിശ്ചലനാകൂ. പനിമതി, നീ അയ്യലോൻ താഴ്വരയിലും. അപ്പോൾ ആദിത്യൻ നിശ്ചലനായി പനിമതി നിശ്ചേഷ്ടയുമായി ജനത വൈര്യനിര്യാതനം നിർവഹിക്കും വരെ. യാഷാറിൻ്റെ പുസ്തകത്തിൽ അത് ലിഖിതമല്ലേ? അങ്ങനെ അസ്തമിക്കാൻ തിടുക്കം കൂട്ടാതെ ഏതാണ്ട് ഒരു ദിനം മുഴുവൻ ആകാശമധ്യേ സൂര്യൻ നിശ്ചലനായി. കർത്താവ് ഒരു വ്യക്തിയുടെ സ്വരം കേട്ട് പ്രവർത്തിച്ച ആ ദിനം പോലൊന്ന് അതിനു മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല. അതെ, ഇസ്രായേലിനു വേണ്ടി കർത്താവ് പോരാടി. അനന്തരം ഗിൽഗാൽ പാളയത്തിലേക്ക് ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും തിരികെ പോന്നു. ആ 5 രാജാക്കന്മാരാകട്ടെ പലായനം ചെയ്ത് മക്കേദായിലുള്ള ഗുഹയിൽ സ്വയം ഒളിച്ചു. 5 രാജാക്കന്മാരും മക്കേദായിലെ ഗുഹയിൽ സ്വയം ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തപ്പെട്ടിരിക്കുന്നുവെന്ന് ജോഷുവയ്ക്ക് അറിയിപ്പ് കിട്ടി. അപ്പോൾ ജോഷുവ പറഞ്ഞു: ഗുഹാമുഖത്ത് വലിയ കല്ലുകൾ ഉരുട്ടിവെക്കുവിൻ. അവരെ കാക്കുന്നതിന് അതിന്മേൽ ആളുകളെ നിയോഗിക്കുകയും ചെയ്യുവിൻ. നിങ്ങളാകട്ടെ ഇവിടെ നിൽക്കാതെ ശത്രുക്കളുടെ പിന്നാലെ പാഞ്ഞ് പിന്നണികളെ ആക്രമിക്കുവിൻ. തങ്ങളുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ്
അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ സംഹരിക്കുമാറ് ജോഷുവയും ഇസ്രായേല്യരും വളരെ കനത്ത പ്രഹരമേൽപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും രക്ഷപ്പെട്ട് അതിജീവിച്ചവരിൽ ചിലർ കോട്ട നഗരങ്ങളിൽ ചെന്നെത്തിയിരുന്നു. അനന്തരം ജനമെല്ലാം സുരക്ഷിതരായി മക്കേദായിൽ ജോഷുവയുടെ പക്കൽ പാളയത്തിലേക്ക് തിരിച്ചെത്തി. ആരും ഇസ്രായേല്യരോട് കടുത്ത് സംസാരിച്ചില്ല. അപ്പോൾ ജോഷുവ പറഞ്ഞു, ഗുഹാമുഖം തുറന്ന് ആ 5 രാജാക്കന്മാരെ എൻ്റെ അടുക്കലേക്ക് ഗുഹയിൽ നിന്ന് പുറത്തെത്തിക്കുവിൻ. അവർ അപ്രകാരം ചെയ്തു. അവർ ഗുഹയിൽ നിന്ന് ആ 5 രാജാക്കന്മാരെ ജെറുസലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യാർമുത്ത് രാജാവ്, ലാക്കീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നിവരെ അവൻ്റെ അടുക്കലേക്ക് പുറത്തെത്തിച്ചു. അവർ ജോഷുവയുടെ അടുക്കലേക്ക് ആ രാജാക്കന്മാരെ പുറത്തെത്തിച്ചപ്പോൾ ജോഷുവ ഓരോ ഇസ്രായേൽക്കാരനെയും പ്രശംസിച്ചു. അനന്തരം തന്നോടൊപ്പം അണിനിരന്ന പട്ടാള മേധാവികളോട് അവൻ പറഞ്ഞു, അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ പിടലികൾക്ക് മേൽ കാൽ ചവിട്ടുവിൻ. അവർ അടുത്തു വന്ന് അവരുടെ പിടലികൾക്ക് മേൽ കാൽ ചവിട്ടി. ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ശക്തരും ധീരരുമായിരിക്കുവിൻ. നിങ്ങൾ യുദ്ധത്തിലേർപ്പെടുന്ന നിങ്ങളുടെ എല്ലാ ശത്രുക്കളോടും തീർച്ചയായും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും. അനന്തരം ജോഷുവ അവരെ പ്രഹരിച്ചു. അതിനുശേഷം അവരെ കൊന്ന് 5 മരങ്ങളിൽ കെട്ടിത്തൂക്കി. സായാഹ്നം വരെ അവർ മരങ്ങളിൽ തൂക്കപ്പെട്ട നിലയിലായിരുന്നു. സൂര്യാസ്തമന നേരമായപ്പോൾ ജോഷുവ കൽപ്പിക്കുകയും അവർ അവരെ വൃക്ഷങ്ങളിൽ നിന്നിറക്കി അവർ ഒളിസ്ഥലമാക്കിയ ഗുഹയിൽ തള്ളുകയും വലിയ കല്ലുകൾ ഗുഹാമുഖത്ത് വെക്കുകയും ചെയ്തു. അവ ഇന്നുവരെയും അവിടെയുണ്ട്. അന്ന് തന്നെ ജോഷുവ മക്കേദ പിടിച്ചടക്കി. അതിനെയും അതിൻ്റെ രാജാവിനെയും വാൾത്തലയ്ക്ക് ഇരയാക്കി. അവയെയും അതിലുള്ള ഓരോ വ്യക്തിയെയും അവൻ ഉന്മൂലനാചാര വിധേയമാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിച്ചില്ല. ജെറീക്കോ രാജാവിനോട് ചെയ്ത പോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. മക്കേദായിൽ നിന്ന് ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ലിബ്നായിലേക്ക് മുന്നേറി ലിബ്നാക്കാരുമായി യുദ്ധത്തിലേർപ്പെട്ടു. അതിനെയും അതിൻ്റെ രാജാവിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കയ്യിലേൽപ്പിച്ചു. അതിനെയും അതിലുള്ള ഓരോ വ്യക്തിയെയും അവൻ വാൾത്തലയ്ക്കിരയാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അതിൽ അവശേഷിപ്പിച്ചില്ല. ജെറീക്കോ രാജാവിനോട് ചെയ്തതുപോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ലിബ്നായിൽ നിന്ന് ലാക്കീഷിലേക്ക് മുന്നേറി അതിനോട് ചേർന്ന് പാളയമടിച്ച് അതിനെതിരെ പോരാടി. ലാക്കീഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കയ്യിലേൽപ്പിച്ചു. 2-ാം ദിവസം അവനത് പിടിച്ചെടുക്കുകയും അതിനെയും അതിലുള്ള ഓരോ വ്യക്തിയെയും ലിബ്നായോട് അവൻ ചെയ്തതെല്ലാം പോലെ വാൾത്തലയ്ക്ക് ഇരയാക്കുകയും ചെയ്തു. ഗേസറിലെ രാജാവായ ഹോറാം ലാക്കീഷിനെ സഹായിക്കാൻ കയറിച്ചെന്നു. എന്നാൽ അവൻ അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിക്കാത്ത വിധം ജോഷുവ അവനെയും അവൻ്റെ ജനത്തെയും പ്രഹരിച്ചു. ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ലാക്കീഷിൽ നിന്ന് എഗ്ലോണിലേക്ക് മുന്നേറി അതിനോട് ചേർന്ന് പാളയമടിച്ച് അതിനോട് പൊരുതി. ആ ദിവസം അവർ അത് പിടിച്ചടക്കി വാൾത്തലയ്ക്കിരയാക്കി. ലാക്കീഷിനോട് അവൻ ചെയ്തതെല്ലാം പോലെ അതിലുള്ള ഓരോ വ്യക്തിയെയും അന്ന് തന്നെ ഉന്മൂലനാചാര വിധേയനാക്കുകയും ചെയ്തു. അതിനുശേഷം ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും എഗ്ലോനിൽ നിന്ന് ഹെബ്രോനിലേക്ക് കയറിച്ചെന്ന് അതിനോട് യുദ്ധം ചെയ്തു. അവർ അത് പിടിച്ചടക്കി അതിനെയും അതിൻ്റെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള ഓരോ വ്യക്തിയെയും വാൾത്തലയ്ക്കിരയാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവൻ അവശേഷിപ്പിച്ചില്ല. എഗ്ലോനോട് അവൻ ചെയ്തതെല്ലാം പോലെ അതിനെയും അതിലുള്ള ഓരോ വ്യക്തിയെയും അവൻ ഉന്മൂലനാചാര വിധേയമാക്കി. ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ദബീറിലേക്ക് തിരിഞ്ഞ് അതിനോട് പൊരുതി. അതിനെയും അതിൻ്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി അവയെ വാൾത്തലയ്ക്ക് ഇരയാക്കി. അതിലുള്ള ഓരോ വ്യക്തിയെയും അവൻ ഉന്മൂലനാചാര വിധേയനാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിച്ചില്ല. ഹെബ്രോണിനോട് അവൻ ചെയ്തതുപോലെയും ലിബ്നായോടും അതിൻ്റെ രാജാവിനോടും അവൻ ചെയ്തതുപോലെയും ദബീറായോടും അതിൻ്റെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അങ്ങനെ മല, ദക്ഷിണഭാഗം, സമതലം, ചരിവുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന നാട് മുഴുവനും അവയുടെ രാജാക്കന്മാരെയും ജോഷുവ കീഴടക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിച്ചില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിരുന്ന പോലെ സകല ജീവിയെയും അവൻ ഉന്മൂലനാചാര വിധേയമാക്കി. കാദേശ് ബർണ മുതൽ ഗാസ വരെ അവരെയും ഗിബയോൻ വരെയുള്ള ഗോഷൻ പ്രദേശം മുഴുവനെയും ജോഷുവ ആക്രമിച്ചു. ഈ രാജാക്കന്മാരെല്ലാവരെയും അവരുടെ ദേശവും ഒറ്റയടിക്ക് ജോഷുവ പിടിച്ചെടുത്തു. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാർക്ക് വേണ്ടി പടപൊരുതി. അതിനുശേഷം ജോഷുവയും കൂടെയുണ്ടായിരുന്ന ഇസ്രായേൽക്കാരെല്ലാവരും ഗിൽഗാൽ പാളയത്തിലേക്ക് മടങ്ങി. ജോഷുവ അധ്യായം 11. യാബിനും സഖ്യകക്ഷികളും.
ഹാസോർ രാജാവായ യാബീൻ അത് കേൾക്കാനിടയായപ്പോൾ സന്ദേശമയച്ചു. മാദോൻ രാജാവായ യോബാബിനും ഷിമ്രോൻ രാജാവിനും അക്ഷാബ് രാജാവിനും രാജാക്കന്മാരായി വടക്ക് മലയിലും കിന്നരോത്തിന് തെക്കുള്ള മരുഭൂമിയിലും സമതലങ്ങളിലും പടിഞ്ഞാറ് ദോർമേടുകളിലുമുള്ളവർക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള കാനാൻകാർ, അമോരികൾ, ഹേത്തുകാർ, പെരീസികൾ, മലയിലുള്ള ജബൂസുകാർ, ഹെർമോണിന് താഴെ മിസ്പാദേശത്തുള്ള ഹിവികൾ എന്നിവർക്കും. അവരും അവരോടൊപ്പം അവരുടെ പാളയങ്ങൾ മുഴുവനും വൈപുല്യം കൊണ്ട് സമുദ്രതീരത്തെ മണൽത്തരി പോലെയുള്ള വലിയൊരു ജനവും വളരെയധികം അശ്വഗണവും രഥസഞ്ചയവും പുറപ്പെട്ടു. ഈ രാജാക്കന്മാരെല്ലാം സംഘടിച്ച് ഇസ്രായേൽക്കാരോട് പടവെട്ടുന്നതിന് മേറോം ജലാശയത്തിങ്കൽ ചെന്ന് ഒരുമിച്ച് പാളയമടിച്ചു. കർത്താവ് ജോഷുവയോട് അരുളിച്ചെയ്തു, അവരെ പ്രതി നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നാളെ ഈ സമയത്ത് ഞാൻ അവരെയെല്ലാം നിഹിതരായി ഇസ്രായേലിൻ്റെ മുമ്പിലിടും. നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടും, അവരുടെ രഥങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കും. ജോഷുവ തന്നോട് കൂടെയുള്ള സർവ്വസൈന്യവുമായി അവർക്കെതിരെ മേറോം ജലാശയത്തിങ്കൽ പൊടുന്നനെ ചെന്ന് അവരുടെ മേൽ ചാടി വീണു. കർത്താവ് അവരെ ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ പ്രഹരിക്കുകയും സീദോൻ റബ്ബ വരെയും മിസ്രഫോത്ത് മയീം വരെയും കിഴക്കോട്ട് മിസ്പാ താഴ്വര വരെയും പിന്തുടരുകയും ചെയ്തു. അതിജീവിക്കുന്നവരായി ആരെയും അവശേഷിപ്പിക്കാത്ത വിധം അക്കൂട്ടരെ അവർ ആക്രമിച്ചു. കർത്താവ് തന്നോട് അരുൾ ചെയ്തിരുന്നത് പോലെ ജോഷുവ അവരോട് പ്രവർത്തിച്ചു. അവൻ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ആ സമയം തന്നെ ജോഷുവ തിരിച്ചു ചെന്ന് ഹാസോർ പിടിച്ചടക്കി അതിൻ്റെ രാജാവിനെ വാളിനിരയാക്കുകയും ചെയ്തു. മുമ്പ് ഹാസോർ ആ രാജ്യങ്ങളുടെയെല്ലാം തലവനായിരുന്നല്ലോ. അവർ അതിലുണ്ടായിരുന്ന ഓരോ വ്യക്തിയെയും വാൾത്തലയ്ക്ക് ഇരയാക്കി ഉന്മൂലനാചാര വിധേയനാക്കി. ഒരു ജീവിയും അവശേഷിപ്പിച്ചില്ല. ഹാസോറിനെ അവൻ അഗ്നിയിൽ ദഹിപ്പിച്ചു. അങ്ങനെ ജോഷുവ ആ രാജകീയ നഗരങ്ങൾ മുഴുവനും അവയുടെ എല്ലാ രാജാക്കന്മാരെയും കീഴടക്കി. കർത്താവിൻ്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നതുപോലെ അവൻ അവരെ വാൾത്തലയ്ക്ക് ഇരയാക്കി ഉന്മൂലനാചാര വിധേയനാക്കി. എന്നാൽ ജോഷുവ ദഹിപ്പിച്ച ഹാസോർ ഒഴികെ പട്ടണങ്ങളുടെ നാശകൂമ്പാരത്തിന്മേൽ നിന്നിരുന്നവയൊന്നും ഇസ്രായേൽക്കാർ കത്തിച്ചില്ല. ഈ പട്ടണങ്ങളുടെ എല്ലാ കൊള്ളമുതലും കന്നുകാലിക്കൂട്ടവും ഇസ്രായേല്യർ തങ്ങൾക്കായി അപഹരിച്ചു. മനുഷ്യഗണത്തെ മാത്രം മുഴുവനായി ഉന്മൂലനം ചെയ്യുവോളം അവരെ അവർ വാൾത്തലയ്ക്കിരയാക്കി. ഒരു ജീവിയെയും അവർ അവശേഷിപ്പിച്ചില്ല. കർത്താവ് തൻ്റെ ദാസനായ മോശയെ എപ്രകാരം അനുശാസിച്ചിരുന്നോ അപ്രകാരം തന്നെ മോശ ജോഷുവയെയും അനുശാസിച്ചിരുന്നു. കർത്താവ് മോശയെ അനുശാസിച്ച കാര്യത്തിൽ തെല്ലും കുറവ് വരാതെ ജോഷുവ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. ജോഷുവ പിടിച്ചെടുത്തത് ഈ നാട് മുഴുവനുമായിരുന്നു. മലയും ദക്ഷിണഭാഗം മുഴുവനും, ഗോഷൻ ദേശമൊക്കെയും, സമതലവും മരുഭൂമിയും, ഇസ്രായേൽ മലമ്പ്രദേശവും അതിൻ്റെ സമതലവും, സെയീർ കയറ്റമുള്ള ഹാലാക്ക് മല മുതൽ ഹെർമോൺ മലയ്ക്ക് താഴെ ലെബനോൻ താഴ്വരയിലെ ബാൽഗാദ് വരെയും. അവൻ അവരുടെ രാജാക്കന്മാരെയെല്ലാം പിടികൂടുകയും പ്രഹരിച്ച് വധിക്കുകയും ചെയ്തു. ജോഷുവ ഈ രാജാക്കന്മാരോടെല്ലാം ഏറെ നാളുകൾ യുദ്ധം ചെയ്തു. ഗിബെയോൻ നിവാസികളായ ഹിവികൾ ഒഴികെ ഇസ്രായേല്യരുമായി സമാധാന സന്ധിയുണ്ടാക്കിയ മറ്റൊരു പട്ടണവും ഉണ്ടായിരുന്നില്ല. യുദ്ധം വഴിയാണ് അവരെല്ലാം പിടിച്ചെടുത്തത്. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേലുമായി യുദ്ധമുണ്ടാകാൻ അവരുടെ ഹൃദയം കഠിനമാകുന്നതിന് കർത്താവ് ഇടയാക്കിയിരുന്നു. ഇത് അവരോട് കരുണ കാണിക്കാതെ അവരെ ഉന്മൂലനാചാര വിധേയമാക്കേണ്ടതിനും കർത്താവ് മോശയെ അനുശാസിച്ചിരുന്നതുപോലെ അവരെ നിശ്ചയമായും നശിപ്പിക്കേണ്ടതിനുമായിരുന്നു. അക്കാലത്ത് ജോഷുവ ചെന്ന് മലയിൽ നിന്ന്, അതായത് ഹെബ്രോൺ, ദബീർ, അനാബ് എന്നിവയിൽ നിന്നും, യൂദാമല മുഴുവനിൽ നിന്നും, ഇസ്രായേൽ മലയൊക്കെയിൽ നിന്നും അനാക്കുകളെ ഇല്ലായ്മ ചെയ്തു. ജോഷുവ അവരെ അവരുടെ പട്ടണങ്ങളോട് കൂടെ ഉന്മൂലനാചാര വിധേയമാക്കി. ഇസ്രായേലിന്റെ ദേശത്ത് അനാക്കുകൾ ആരും ശേഷിച്ചില്ല. ഗാസായിലും ഗത്തിലും അഷ്ദോദിലും മാത്രം അവർ അവശേഷിച്ചു. കർത്താവ് മോശയോട് നിർദ്ദേശിച്ചതെല്ലാം അനുസരിച്ച് ജോഷുവ ആ ദേശം മുഴുവനും പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാരുടെ വിഭാഗങ്ങളനുസരിച്ച് അവരുടെ ഗോത്രങ്ങൾക്ക് ജോഷുവ അത് അവകാശമായി നൽകി. അങ്ങനെ ആ നാട് യുദ്ധത്തിൽ നിന്ന് സ്വസ്ഥത നേടി. സങ്കീർത്തനങ്ങൾ 128. കുടുംബത്തിന് അനുഗ്രഹം. ആരോഹണഗീതം. കർത്താവിനെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈവെള്ളയുടെ അധ്വാന ഫലം നീ തീർച്ചയായും ഭക്ഷിക്കും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മയുണ്ടാകട്ടെ. വീട്ടിനുള്ളിൽ നിന്റെ ഭാര്യ ഫലവത്തായ മുന്തിരി പോലെയായിരിക്കട്ടെ. മേശയ്ക്ക് ചുറ്റും നിന്റെ മക്കൾ ഒലിവ് തൈകൾ പോലെയും. ഇതാ, കർത്താവിനെ ഭയപ്പെടുന്ന മാനവൻ തീർച്ചയായും അപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ.
അങ്ങനെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ നന്മ ആസ്വദിച്ചാലും നിന്റെ മക്കളുടെ മക്കളെ കണ്ടാലും ഇസ്രായേലിന് സമാധാനം. പ്രിയമുള്ളവരെ, 84-ാമത്തെ ദിവസത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മളെ നയിച്ചതിനും അനുഗ്രഹിച്ചതിനും കർത്താവിന് നമുക്ക് നന്ദി പറയാം. ജോഷുവയുടെ പുസ്തകത്തിലെ യുദ്ധങ്ങളും കീഴടക്കലുകളും വായിക്കുമ്പോൾ ഏത് വായനക്കാരൻ്റെയും ഉള്ളിലുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കാനാൻകാരെ നിർമൂലമായി പൂർണ്ണമായി നശിപ്പിക്കാൻ ദൈവമായ കർത്താവ് ആവശ്യപ്പെടുന്നത്? പഴയ നിയമത്തിലെ ഏത് വായനകളെയും വ്യാഖ്യാനിക്കേണ്ടതും വിലയിരുത്തേണ്ടതും പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെളിപാട് പ്രോഗ്രസീവാണെന്നാണ്, പുരോഗമനപരമാണ്. അതോരോ ഘട്ടത്തിലും ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ ആവശ്യമനുസരിച്ച് ദൈവം വെളിപ്പെടുത്തുന്നതാണ് എന്ന രീതിയിലാണ് ബൈബിളിനെ നാം വ്യാഖ്യാനിക്കുന്നത്. കാനാൻകാരുടെ ജീവിതം സമ്പൂർണമായും പാപത്തിന് വിധേയമായിരുന്നു. ഏൽ എന്നും അഷേര എന്നും പേരുള്ള 2 ദേവതകളെയാണ് അവർ ആരാധിച്ചിരുന്നത്. അതിലവർക്കുണ്ടായിരുന്ന കുഞ്ഞായിരുന്നു ബാൽ എന്ന ദേവൻ. ഈ ബാൽ ദേവൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രവേശികളും പുരോഹിതർ തന്നെ വേശ്യാവൃത്തി ക്ഷേത്രപരിസരങ്ങളിൽ ആരാധനയ്ക്കായി അനുവദിച്ചിരുന്ന തരത്തിലുള്ള ആരാധനാ രീതികളുമായിരുന്നു കാനാൻകാരുടെ വിജാതീയ ആരാധനകൾ. മൊളേക്ക് എന്നു പേരുള്ള മറ്റൊരു ദേവനുണ്ടായിരുന്നു. നീട്ടിപ്പിടിച്ച ആ ദേവൻ്റെ വിഗ്രഹത്തിൻ്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ വെച്ചു കൊടുത്തിട്ട് പൂർണ്ണമായും കുഞ്ഞുങ്ങൾ കത്തി നശിക്കുന്നത് പോലെ ആ വിഗ്രഹം ചുട്ടുപഴിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കാതിരിക്കാൻ മാതാപിതാക്കന്മാർ ഈ നിലവിളി കേട്ട് കരയാതിരിക്കാൻ വലിയ ചെണ്ടകൾ കൊട്ടുകയും ചെയ്യുന്ന നരബലിയുടെ ഒരു വളരെ വിചിത്രമായ ക്രൂരമായ ഒരു ആചാരവും മൊളേക്കുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും അധാർമികതയുടെയും പാപത്തിൻ്റെയും ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തിന്മയുടെയും ആധിക്യത്തിലായിരുന്ന ഒരു ജനതയായിരുന്നു കാനാൻകാർ. അതുകൊണ്ട് നിശ്ചയമായും പാപം വർദ്ധിക്കുമ്പോൾ അവർ സമ്പൂർണമായി നശിപ്പിക്കപ്പെടുക എന്നത് ദൈവനീതിയുടെ അനിവാര്യമായ ഭാഗമായിരുന്നു, ഫലമായിരുന്നു. അബ്രഹാമിനെ വിളിക്കുന്നത് മുതലുള്ള ഏതാണ്ട് 400 വർഷങ്ങളോളം അബ്രഹാമിൻ്റെ മക്കൾ ഈജിപ്തിൽ അടിമത്തത്തിൽ ആയിരുന്ന കാലം മുഴുവനും ഈ അമോര്യരെ, ഈ കാനാൻകാരെ പശ്ചാത്തപിക്കാനും തിരിച്ചു വരാനും പാപം ഉപേക്ഷിക്കാനും ദൈവം അവർക്ക് കൊടുത്ത ആ സമയം, അവർക്ക് നൽകിയ ആ കാലഘട്ടം സമ്പൂർണമായി അവഗണിച്ചുകൊണ്ട് പാപത്തിൻ്റെ ജീവിതം ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പാപജീവിതം സമ്പൂർണമായി വളർന്നതല്ലാതെ പാപം കുറയാത്ത ഈ ജനതയ്ക്ക് അനിവാര്യമായ ഒരു ദൈവനീതിയുടെ വെളിപ്പെടുത്തലായിരുന്നു അവരുടെ സമ്പൂർണ്ണ നാശം. ദൈവം ഈ കാര്യത്തിൽ പക്ഷപാതം കാണിക്കുന്ന ഒരാളല്ല എന്ന് ഇസ്രായേലിൻ്റെ പിന്നീടുള്ള ചരിത്രവും തെളിയിച്ചു. നമുക്കറിയാം, കാനാൻ ദേശം കീഴടക്കി ഏതാണ്ട് 500 വർഷം കഴിയുമ്പോൾ ഈ ജനത അടിമത്തത്തിലേക്ക് പോവുകയാണ്. 1000 വർഷത്തോളം അവരെടുത്തു ഈ നാട് പൂർണ്ണമായി പിടിച്ചെടുക്കാൻ. എന്നാൽ നാട് പിടിച്ചടക്കി പിന്നീട് ഏതാണ്ട് 600 വർഷങ്ങൾക്കുള്ളിൽ ഇസ്രായേലിൻ്റെ ജീവിതത്തിലും തിന്മ പെരുകുമ്പോൾ അവർ ഈ നാട്ടിൽ നിന്ന് സമ്പൂർണമായി ഉച്ചാടനം ചെയ്യപ്പെടുന്നതായും നമ്മൾ കാണുന്നുണ്ട്. തിന്മയോട് ദൈവത്തിന് പക്ഷപാതമില്ല. തിന്മ പ്രവർത്തിക്കുന്ന ആർക്കും അതിൻ്റെ ആധിക്യത്തിൽ സംഭവിക്കുന്ന ദുരന്തമാണ് കാനാൻകാർക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. ദക്ഷിണഭാഗത്തുള്ള, അതായത് സൗത്തിലുള്ള 5 രാജാക്കന്മാരുടെ വളരെ അപമാനകരമായ ഒരു അന്ത്യത്തെക്കുറിച്ചും നമ്മൾ ഈ എപ്പിസോഡിൽ വായിച്ചു. ഇവിടെ ജോഷുവയോട് ദൈവം പറയുന്നൊരു വാചകമുണ്ട് 8-ാമത്തെ വാക്യത്തിൽ. ഓൾറെഡി നേരത്തെ തന്നെ നിനക്ക് അവരുടെ മേൽ ഞാൻ വിജയം തന്നു കഴിഞ്ഞു. അതായത് സാത്താൻ്റെ മേൽ, തിന്മയുടെ മേൽ കുരിശിൽ ദൈവം വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് പുതിയ നിയമത്തിലെ അതിൻ്റെ വായന. ഇനി ജോഷുവയെപ്പോലെ നമ്മൾ അത് ചെന്ന് കൈവശപ്പെടുത്തിയാൽ മതിയാവും. 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യുദ്ധത്തിൽ നിന്ന് നാട് സ്വസ്ഥത നേടി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ആ ദേശത്ത് താൽക്കാലികമായിട്ടെങ്കിലും സമാധാനം വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദക്ഷിണഭാഗത്തുള്ള രാജാക്കന്മാരുടെ അന്ത്യം മാത്രമല്ല, നോർത്തിലുള്ള, വടക്ക് ഭാഗത്തുള്ള രാജാക്കന്മാരുടെയും അന്ത്യം നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങനെ ഏതാണ്ട് സമ്പൂർണമായി സൗത്തും നോർത്തും കീഴടങ്ങുകയും ഇസ്രായേൽ ഏതാണ്ട് മിക്കവാറും തന്നെ കാനാൻ ദേശത്തിൻ്റെ ദക്ഷിണ അതുപോലെ ഉത്തരഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, തിന്മയോട് സൗഹൃദം കാണിക്കുന്ന, സഹിഷ്ണുത കാണിക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. പാപിയെ സ്നേഹിക്കുമ്പോഴും പാപിയോട് കരുണ കാണിക്കുമ്പോഴും തിന്മയുമായി ദൈവത്തിന് ഒരു ഒത്തുതീർപ്പും ഇല്ല. ദൈവം തിന്മയെ വെറുക്കുന്ന ദൈവമാണ്. പാപത്തിൻ്റെയും അശുദ്ധിയുടെയും ദൈവനിഷേധത്തിൻ്റെയും എല്ലാ പാപകരമായ മാർഗങ്ങളെയും ഉപേക്ഷിച്ച്
കർത്താവിലേക്ക് തിരിയണമെന്ന ആഹ്വാനം നിരന്തരമായി നൽകുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിൾ വായനയുടെ ഓരോ താളും പിന്നിടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, ഒരിക്കലും മായാതെ കിടക്കേണ്ടത് ഈ ചിന്തയാണ്: പാപത്തോട് അസഹിഷ്ണുവായ, പാപത്തെ വെറുക്കുന്ന ഒരു ദൈവം. നിങ്ങളുടെ ഈ ദിവസം ദൈവം വലിയ ഒരു കൃപയും അനുഗ്രഹവുമാക്കി നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ വചനം വായിക്കാനും വചനം കേൾക്കാനും അങ്ങ് കൃപ തന്ന ഞങ്ങൾക്ക് പാപത്തെ സമ്പൂർണ്ണമായി വെറുക്കാനും ഉപേക്ഷിക്കാനുമുള്ള അനുഗ്രഹം കൂടി അങ്ങ് നൽകണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കം കൂടാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നിങ്ങളുടെ സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, പരിചയക്കാരോട് ഈ ബൈബിൾ വായനാ പദ്ധതിയെ പരിചയപ്പെടുത്താനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയേലച്ചൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ. നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ ബൈ.